ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു സ്മിത മാത്യൂസ് ബ്യൂട്ടി ടിപ്സ്. നമ്മളിൽ ഒരുപാട് പേരും ഡെയിലി അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളിത് കൂടുതൽ ആൾക്കാരും ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ അലോവേറ ജെല്ല് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേറ ജെല്ലിനകത്താണെങ്കിൽ പാരബൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. ഫ്രഷ് അലോവേറ ജെല്ല് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, അവരുടെ സ്കിന്നിന് ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നു എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രഷ് അലോവേറ ഇങ്ങനെ ജെല്ലാക്കി യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വേറെ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിലും അതേ ഇഫക്റ്റിൽ, ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ഇഫക്റ്റിൽ തന്നെ അലോവേറ ജെൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനും കാണുക. നമുക്ക് ആദ്യം കറ്റാർവാഴയുടെ ഒരു വലിയ ഇല എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് ഒരു രാത്രി മുഴുവനും അതിനെ ഇങ്ങനെ ഒന്ന് ചാരി നിർത്താം. അതിനകത്തൊരു മഞ്ഞ കറയുണ്ട്. ആ കറ കംപ്ലീറ്റ് ആയിട്ട് പോയി തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് കറ്റാർവാഴ ഉപയോഗിക്കുമ്പോഴത്തേക്കും ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ മഞ്ഞ കറ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇങ്ങനെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പോയി തീരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി ഇതിനെ നടുക്കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ ജെല്ലൊക്കെ നമുക്കൊന്ന് കോരിയെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒരു ബ്ലെൻഡറിനകത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് പതഞ്ഞ് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്കിതിനെ കിട്ടുന്നത്. ഇനി നമുക്കിതിനെ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിക്കകത്തൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പരയാത്ത ചെറിയ ചെറിയ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ആ ഇലയുടെ പച്ച കളറുള്ള ചെറിയ പാർട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ വളരെ കുറച്ച് ജെലാറ്റിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ജെലാറ്റിൻ എന്ന് പറയുന്നത് ഒരു എഡിബിൾ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് യാതൊരു വിധത്തിലുള്ള ദോഷവും വരുന്നില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചേക്കുന്ന അലോവേറ എടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അലോവേറയ്ക്കകത്ത് വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഉള്ളത് കുറച്ചൊന്ന് വറ്റിപ്പോകും. അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് ഈ അലോവേറ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേഷനാണ്, ചൊറിച്ചിലുണ്ടാകുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളിതിങ്ങനെ കുക്ക് ചെയ്ത അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാതിരിക്കാനും ഒക്കെ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനെ ഒരു ബൗളിനകത്താക്കി നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നേരത്തെ തണുത്ത വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ എടുത്ത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ആ ജെലാറ്റിൻ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആകുന്നത് വരെ നമ്മളിതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു നാരങ്ങ മുഴുവനും ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ജെലാറ്റിനും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്ത് നമ്മുടെ അലോവേറ ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിനിപ്പോൾ അലോവേറയുടെ എല്ലാ ഗുണങ്ങളും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ ചേർത്തിട്ടുള്ളത് കൊണ്ട് നാച്ചുറലായിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലീച്ചിങ് എഫക്റ്റ് ഇതിന് കിട്ടും. ഇതിപ്പോൾ ഒരു ജെല്ല് പോലെ ഇരുന്നാലും നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ലപോലെ മെൽറ്റായി നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആകും.